അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെന്നും ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ അല്ലേ കഴിക്കണത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പെർഫെക്റ്റായ ഇത് വീഡിയോ ഉണ്ടാകുന്നതാണ്. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നമുക്ക് ഗോതമ്പ് കുഴച്ച് വെക്കാം. ഗോതമ്പ് പൊടി എടുക്കുക, ഉപ്പിടുക, വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെ കുഴക്കണം അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ നന്നായി ചാമ്പി വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അറിയാം. വലിയ 3 ഉരുളക്കിഴങ്ങാണ്, 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും നന്നായി വേവിച്ച് ഉടക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കഴുകിയിട്ട് അത് നന്നായി ഒരു വരയൊക്കെ വരഞ്ഞ് നമുക്ക് കുക്കറിലൊക്കെ ഇടാം. നടുവിലും വരഞ്ഞ് കൊടുക്കുക. വരയല്ല, കുറച്ച് ഉള്ളിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഉള്ളിലേക്ക് വേവ് തട്ടുള്ളൂ. അപ്പുറത്ത് അതുപോലെ ഇപ്പുറത്തേക്ക് നമുക്ക് അതുപോലെ വരഞ്ഞു കൊടുക്കുക. നല്ലോണം വെള്ളം വീത്തിയിട്ട്, അതായത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വീത്തിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. 4 വിസിൽ വന്നാൽ എൻ്റെ കുക്കറിൽ വേവും, നന്നായിട്ട് വേവ്. അത് പഴയ ഹോക്കിൻസിൻ്റെ കുക്കറാണ്. ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തിന്നായിട്ടുമല്ല ഒരുപാട് കനത്തിലുമല്ല, ഈ രീതിയിൽ പരത്തി വെച്ചിട്ടുണ്ട്. കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കിത് തൊലിച്ചിട്ട് നല്ല ഉടച്ചെടുക്കുക, നന്നായി ഉടച്ചെടുക്കുക. കയ്യും കൊണ്ട് ലൈറ്റ് ചൂടാവുമ്പോൾ, കുറച്ച് ചൂടാറിയ ശേഷം കയ്യും കൊണ്ട് ഉടച്ചാൽ മതി, നന്നായി ഉടഞ്ഞു കിട്ടും. ഇതിപ്പോൾ നമ്മളിങ്ങനെ കീറി വെച്ചതുകൊണ്ട് തന്നെ അത് തൊലിക്കാനും എളുപ്പമാണ്. ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പൊടിച്ചിട്ട് നോക്കാം. സ്മാഷർ ഇല്ലാത്തതുകൊണ്ട് കയ്യും കൊണ്ട് തന്നെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുത്തി എളുപ്പമാകുന്നുണ്ട്, വെന്തതല്ലേ. സവോള കുനുകുനേന്ന് അരിഞ്ഞിരിക്കുക, പിന്നെ പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചെറുതായി അരിഞ്ഞിരിക്കുക. കറുവേപ്പിലിൻ്റെ അവസ്ഥ അതാണ്, ഉണങ്ങിയിട്ട് വാടിയിട്ടുണ്ട്, നന്നായി വാടിയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഇടുകയൊക്കെ ചെയ്യാം. ഓയിലൊഴിക്കുക, എണ്ണ ചൂടായ കടുക് ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്, കറുവേപ്പിലിടുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുമ്പോൾ, ഇഞ്ചിൻ്റെ ഒക്കെ കുത്തലൊക്കെ മാറുമ്പോൾ നമുക്ക് സവോള ഇട്ട്, സവോള ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴന്ന് വരണമെന്നൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കൊട്ടി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കും. മസാല റെഡി ആയിട്ട് വെക്കുക. അതിന് ശേഷം അതിന് നടുവിലേക്ക് മസാല വെക്കുക. അരികിലൊന്നും ആവണ്ട, അതിൻ്റെ നടുവിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം വേറൊരു ചപ്പാത്തി എടുക്കുക, അതിന് മേലൊക്കെ സോഫ്റ്റായിട്ട് വെക്കുക. ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് ചെറുങ്ങനെ പരത്തി കൊടുത്താൽ മതി. അങ്ങനെ 4 പരത്തിയ ശേഷം 4 മുറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നെയ്യ് പുരട്ടിയ ഇതിൽ ചുട്ടെടുക്കാം. ഈ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് തെളിച്ചാൽ മതി, എണ്ണ ഒഴിച്ചാൽ മതി.
ഇപ്പുറത്ത് ഓയിൽ ഒഴിച്ചെടുക്കും. രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് ഓയിലും നെയ്യും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. ഇപ്പുറത്ത് അതുപോലെ ഓയിൽ ഒഴിക്കും. ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എനിക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.